ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഓൾ. ബിസിനസ് റെഗുലേഷൻസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുമ്പോൾ അവിടെയുള്ള പാർട്ടീസിൻ്റെ ഇടയിൽ ഒരു റിലേഷൻഷിപ്പ് ഫോം ചെയ്യപ്പെടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് പണം കൊടുക്കാനുണ്ടെങ്കിൽ ആ വ്യക്തികൾ തമ്മിൽ ഒരു ഡെപ്റ്റർ ക്രെഡിറ്റ് റിലേഷൻഷിപ്പ് വരും. ഇങ്ങനെ ഓരോ കോൺട്രാക്റ്റ് ഫോം ചെയ്യുമ്പോഴും ആ കോൺട്രാക്റ്റിലെ പാർട്ടികൾക്കിടയിൽ ഒരു റിലേഷൻഷിപ്പ് ഫോം ചെയ്യപ്പെടുന്നുണ്ട്. ആ റിലേഷൻഷിപ്പ് അവസാനിക്കുന്നതിനെയാണ് നമ്മൾ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ദെൻ ഈ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് ഡിഫറെൻറ്റ് മോഡ്സിൽ നടക്കാം. ഒന്നുകിൽ കോൺട്രാക്റ്റ് പെർഫോം ചെയ്തതുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടൈം പീരിയഡ് അവസാനിക്കുമ്പോഴൊക്കെ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്തു എന്ന് പറയാം. സോ എന്താണ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ്, ഏതൊക്കെ വഴിയിലൂടെ ഒരു കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താണ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട്? ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് മീൻസ് ടെർമിനേഷൻ ഓഫ് ദി കോൺട്രാക്ച്വൽ റിലേഷൻസ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ടു എ കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റിലെ പാർട്ടീസിൻ്റെ ഇടയിലുള്ള റിലേഷൻസ് അവസാനിക്കുന്നതിനെയാണ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. A contract is said to be discharged when the rights and obligation of the contracting parties come to an end. ഒരു കോൺട്രാക്റ്റിലെ പാർട്ടീസിൻ്റെ റൈറ്റ്സും ഒബ്ലിഗേഷൻസും പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്തു എന്ന് പറയാം. അല്ലെങ്കിൽ ആ റൈറ്റ്സും ഒബ്ലിഗേഷൻസും അവസാനിച്ചാൽ ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്തു എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, എ പറയുന്ന വ്യക്തി ബിക്ക് 10,000 രൂപ കൊടുക്കാനുണ്ട്. സോ എക്ക് ഒരു കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ആ പണം കൊടുക്കുക എന്നുള്ളത് ബിയെ സംബന്ധിച്ചിടത്തോളം പണം കിട്ടാനുള്ള റൈറ്റ്സും വരുന്നുണ്ട്. ദെൻ എ ബിക്ക് ആ പണം കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഒബ്ലിഗേഷനും തീരും, ബീൻ്റെ റൈറ്റ്സും തീരുകയാണ്. ദാറ്റ് മീൻസ് അവസാനിക്കുകയാണ്. അവർക്ക് പിന്നെ ആ 10,000 രൂപ കിട്ടണമെന്ന് ബിക്ക് പറയാനോ അല്ലെങ്കിൽ എ പിന്നെയും 10,000 രൂപ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. സോ ആ കോൺട്രാക്റ്റിൽ അവരുടെ റൈറ്റ്സും ഒബ്ലിഗേഷൻസും അല്ലെങ്കിൽ അവർക്കിടയിൽ ഡെപ്റ്റർ ക്രെഡിറ്റ് റിലേഷൻഷിപ്പ് അവസാനിക്കുകയാണ്. അതിനെയാണ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇനി മോഡ്സ് ഓഫ് ഡിസ്ചാർജ്. ഇങ്ങനെ കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യാൻ ഡിഫറെൻറ്റ് വേയ്സ് ഉണ്ട്. അതാണ് മോഡ്സ് ഓഫ് ഡിസ്ചാർജിൽ കൊടുത്തിട്ടുള്ള 6 ടൈപ്സ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ബൈ പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട്, ദെൻ ബൈ അഗ്രിമെൻറ്റ്, ബൈ ലാപ്സ് ഓഫ് ടൈം, ബൈ ഓപ്പറേഷൻ ഓഫ് ലോ, ബൈ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ആൻഡ് ബൈ കമ്മിറ്റിംഗ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ഫസ്റ്റ് വൺ പറയുന്നത് ബൈ പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട്. നമുക്കറിയാം, ഒരു കോൺട്രാക്റ്റിലെ പാർട്ടീസ് അവരുടെ റൈറ്റ്സും ഒബ്ലിഗേഷനും ആ കോൺട്രാക്റ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രകാരം ഫുൾഫിൽ ചെയ്തു കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്തു എന്ന് പറയാം. സോ ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യുന്നതിലൂടെ ഒരു കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നുണ്ട്. സോ കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യുന്ന യൂഷ്വൽ വേ എന്ന് പറയുന്നത് തന്നെ പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് ആണ്. അതായത് നമ്മളൊരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നത് അത് പെർഫോം ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ്. സോ ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്തു, ആ കോൺട്രാക്റ്റ് അവസാനിച്ചു എന്ന് നമുക്ക് പറയാം. ദെൻ പിന്നെ പറയുന്നത് ബൈ അഗ്രിമെൻറ്റ്, ബൈ ലാപ്സ് ഓഫ് ടൈം, ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. ഈ 3 മോഡ്സും കൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ലാസ്റ്റ് 2 മോഡ്സ് ഓഫ് ഡിസ്ചാർജ് നമുക്ക് മറ്റൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. സോ അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ബൈ അഗ്രിമെൻറ്റ്. Discharge by agreement. As a contract is created by means of an agreement, it may be discharged by another agreement between the same parties, nullifying the previous contract. ഒരു കോൺട്രാക്റ്റിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് തന്നെ ഒരു അഗ്രിമെൻ്റ് ആണ്. ഒരു അഗ്രിമെൻ്റ് ഫോം ചെയ്തുകൊണ്ടാണ് നമ്മൾ കോൺട്രാക്റ്റിലേക്ക് എത്തുന്നത്. സോ ഒരു കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യാൻ മറ്റൊരു അഗ്രിമെൻറ്റിന് കഴിയും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യപ്പെടുന്നത് ഒരു അഗ്രിമെൻ്റ് വഴിയാണ്. സോ ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യാൻ ആ പാർട്ടീസ് തമ്മിലോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും പാർട്ടീസിനെ കൂടി ഇൻവോൾവ് ചെയ്തിട്ടോ വേറൊരു അഗ്രിമെൻ്റ് ഫോം ചെയ്യുന്നതിലൂടെ മുമ്പുണ്ടായിരുന്ന പ്രീവിയസ് കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ മാക്സിം യോഡം മോഡോ ക്യോ ക്യുഡ് കോൺസ്റ്റിറ്റ്യൂട്ടർ യൂഡോം മോഡോ ഡെസ്റ്റിറ്റ്യൂട്ടർ. യോഡോ മോഡോ ക്യുഡ് കോൺസ്റ്റിറ്റ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം എങ്ങനെയാണോ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അതിൻ്റെ മെത്തേഡ് വഴി തന്നെ ആ കാര്യം നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ് മീൻസ് എ തിങ് മേ ബി ഡിസ്ട്രോയ്ഡ് ഇൻ ദ സെയിം മാനർ ഇൻ വിച്ച് ഇറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ്.
ഒരു കാര്യം എങ്ങനെയാണോ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് അതേ വഴിയിലൂടെ നമുക്കത് ഡിസ്ട്രോയ് ചെയ്യാം. ഈ ഒരു പ്രിൻസിപ്പിളിന്റെ ബേസിലാണ് ഡിസ്ചാർജ് ബൈ അഗ്രിമെന്റ് വന്നിട്ടുള്ളത്. സോ ഒരു കോൺട്രാക്ട് ഫോം ചെയ്തത് ബൈ ആൻ അഗ്രിമെന്റ് ആണ്. സോ ആ കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യാൻ മറ്റൊരു അഗ്രിമെന്റിന് കഴിയും എന്നുള്ളതാണ് പറയുന്നത്. Then it may be discharged either by express or implied agreement. then അഗ്രിമെന്റ് എന്ന് പറയുന്നത് എക്സ്പ്രസ്ഡ് അഗ്രിമെന്റും ആകാം ഇംപ്ലൈഡ് അഗ്രിമെന്റും ആകാം. എക്സാമ്പിൾ, A agrees to sell his site to B for ₹2 lakh and received 50,000 as advance. A extended time beyond the date of registration by taking an extra amount of ₹10,000, forming a new agreement. The old agreement is discharged by forming a new agreement. അതായത് എ അയാളുടെ ഒരു സൈറ്റ് ബിക്ക് 2 lakh rupeesന് വിൽക്കാനുള്ള കോൺട്രാക്റ്റ് ആണ്. ദെൻ എ അതിന് 50,000 രൂപ അഡ്വാൻസ് ആയി റിസീവ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ ഈ കോൺട്രാക്ട് പ്രകാരം ഫിക്സ് ചെയ്ത രജിസ്ട്രേഷൻ പീരിയഡ് നീട്ടിക്കൊടുക്കുകയാണ്, എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അതിന് പകരമായിട്ട് എക്കൊരു 10,000 രൂപ കൊടുത്തിട്ട് ഒരു പുതിയ അഗ്രിമെന്റ് ഫോം ചെയ്യണം. സോ ഫോർ എക്സാമ്പിൾ, ഒരു 1st ജാനുവരിക്ക് നമ്മൾ ഒരു ഈ പറഞ്ഞ എയും ബിയും തമ്മിലുള്ള സെയില് രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. ദെൻ എയും ബിയും തമ്മിൽ പറഞ്ഞുറപ്പിച്ചിട്ട് പറയുകയാണ് ആ ടൈം 1 month കൂടി നീട്ടാം എന്ന് പറഞ്ഞിട്ട് ബി അതിന് പകരം ഒരു 10,000 രൂപയും കൊടുത്തുകൊണ്ട് ഒരു പുതിയ അഗ്രിമെന്റ് ഫോം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ആദ്യം എയും ബിയും തമ്മിലുണ്ടായിരുന്ന ആ അഗ്രിമെന്റ് അല്ലെങ്കിൽ ആ കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്തു എന്ന് പറയാം. പകരം അതിനൊരു പുതിയ കോൺട്രാക്ട് നിലവിൽ വരികയും ചെയ്തു. സോ ദ ഓൾഡ് അഗ്രിമെന്റ് ഈസ് ഡിസ്ചാർജ്ഡ് ബൈ ഫോമിങ് എ ന്യൂ അഗ്രിമെന്റ്. ഇങ്ങനെ നിലവിലുള്ള അഗ്രിമെന്റ് മറ്റൊരു അഗ്രിമെന്റ് കൊണ്ടുവന്നിട്ട് ഡിസ്ചാർജ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് ഡിസ്ചാർജ് ബൈ അഗ്രിമെന്റ്. ഇങ്ങനെ അഗ്രിമെന്റ് വഴി ഒരു കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യാൻ ഡിഫറെന്റ് വേസ് ഉണ്ട്. അത് പറയുന്നത് സെക്ഷൻ 62 and 63 ഡീൽ വിത്ത് ദ വാരിയസ് ടൈപ്സ് ഓഫ് ഡിസ്ചാർജ് ഓഫ് എ കോൺട്രാക്ട് ബൈ അഗ്രിമെന്റ് ഓർ കൺസെന്റ്. ഇങ്ങനെ ബൈ അഗ്രിമെന്റ് ഒരു കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്സുകൾ കോൺട്രാക്ട് അതിന്റെ സെക്ഷൻ 62ലും 63ലും പറയുന്നുണ്ട്. സോ ആ ടൈപ്സുകളാണ് താഴെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. നൊവേഷൻ, റെസിഷൻ, ഓൾട്ടറേഷൻ, റെമിഷൻ, വേവ് ആൻഡ് മെർജ്. ദെൻ അതിൽ ഓരോന്ന് എന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, നൊവേഷൻ. Novation take place when a new contract is substituted for an existing contract. നിലവിലുള്ള ഒരു കോൺട്രാക്റ്റ് പുതിയ ഒരു കോൺട്രാക്റ്റ് വെച്ച് റീപ്ലേസ് ചെയ്യുന്ന അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ നൊവേഷൻ എന്ന് പറയുന്നത്. An existing contract between two parties is resigned in consideration of a new contract being entered into on the same terms between the same parties or different parties. So ഒരു കോൺട്രാക്റ്റിലെ 2 പാർട്ടീസിന്റെ ഇടയിലുള്ള ഒരു കോൺട്രാക്റ്റ് പുതിയ കോൺട്രാക്റ്റ്, ആ കോൺട്രാക്റ്റ് പുതിയ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഈ നിലവിലുള്ള പാർട്ടീസ് തന്നെയാകാം അല്ലെങ്കിൽ പുതിയ പാർട്ടീസിനെ കൂടി ഇൻവോൾവ് ചെയ്തിട്ടും ആകാം. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് നൊവേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് മേ ബി എയ്തർ ബിറ്റ്വീൻ ദ സെയിം പാർട്ടീസ് ഓർ ബിറ്റ്വീൻ ഡിഫറെന്റ് പാർട്ടീസ്. അതായത് നൊവേഷൻ വഴി നമ്മൾ കോൺട്രാക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് നിലവിലുള്ള പാർട്ടീസും ആകാനുള്ള ചാൻസും ഉണ്ട്, അതല്ലെങ്കിൽ വേറെ പാർട്ടീസ് ആകാനും ചാൻസ് ഉണ്ട്. ദ കൺസിഡറേഷൻ ഫോർ ദ ന്യൂ കോൺട്രാക്ട് ഈസ് ഡിസ്ചാർജ് ഓഫ് ദി ഓൾഡ് കോൺട്രാക്ട്. അതായത് നമ്മളൊരു കോൺട്രാക്ട് ഫോം ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് എലമെന്റ് ആണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു പുതിയ കോൺട്രാക്ട് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആ ന്യൂ കോൺട്രാക്റ്റിനുള്ള കൺസിഡറേഷൻ എന്ന് പറയുന്നത് തന്നെ ഓൾഡ് കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിന് വേറെ കൺസിഡറേഷൻ പിന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. ദർ മസ്റ്റ് ബി മ്യൂച്വൽ കൺസെന്റ് ഓഫ് ഓൾ ദ പാർട്ടീസ് ഫോർ നൊവേഷൻ. ഇനി നിലവിലുള്ള കോൺട്രാക്റ്റിന് പകരം പുതിയൊരു കോൺട്രാക്ട് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ നിലവിലുള്ള പാർട്ടീസിന്റെ പൂർണ്ണ സമ്മതപ്രകാരം മാത്രമേ നടക്കുകയുള്ളൂ. ദെൻ ദ ന്യൂ കോൺട്രാക്ട് മസ്റ്റ് ബി എൻഫോഴ്സബിൾ ബൈ ലോ. നമ്മളൊരു പുതിയ കോൺട്രാക്ട് കൊണ്ടുവരുമ്പോൾ ആ കോൺട്രാക്ട് എത്തരത്തിലുള്ള കോൺട്രാക്ട് ആവണം, എൻഫോഴ്സബിൾ ആകണം എന്നുള്ളതാണ് പറയുന്നത്. Then it should be made before the expiry of the period of original contract. ഒറിജിനൽ കോൺട്രാക്ട് പീരീഡ് അവസാനിക്കുന്നതിന് മുമ്പേ പുതിയ കോൺട്രാക്ട് കൊണ്ടുവരണം. അല്ലാതെ ഒരു കോൺട്രാക്ടിന്റെ ടൈം പീരീഡ് കഴിഞ്ഞ് കുറേ കാലം കണ്ടില്ലെങ്കിൽ ഈവൻ എ സിംഗിൾ ഡേ കഴിഞ്ഞിട്ടാണെങ്കിലും പുതിയ കോൺട്രാക്ട് കൊടുത്താൽ ആ എക്സിസ്റ്റിംഗ് കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യപ്പെട്ടതായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല.
സോ ഒരു കോൺട്രാക്റ്റിന്റെ ടൈം പീരിയഡ് അവസാനിക്കുന്നതിന് മുമ്പേ അതിന് പകരമായിട്ട് പുതിയ കോൺട്രാക്റ്റ് കൊണ്ടുവരണം. അപ്പോഴേ അത് നൊവേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാനും കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്തതായിട്ട് പറയാനും കഴിയും. എക്സാമ്പിൾ, A owes B rupees 10,000 under a contract. It is agreed between A, B and C that B shall henceforth accept C as his debtor instead of A. The old debt of A to B is at an end and a new debt from C to B has been contracted. അതായത് എ ഒരു 10,000 രൂപ ബിക്ക് കൊടുക്കാനുണ്ട്. അതാണ് നിലവിലുള്ള കോൺട്രാക്റ്റ്. ഇനി എയും ബിയും സിയും തമ്മിലുള്ള പരസ്പര സമ്മതപ്രകാരം അവരുടെ ഇടയിൽ ഒരു പുതിയ കോൺട്രാക്റ്റ് വെക്കുകയാണ്. അതായത് ബിക്ക് കൊടുക്കാനുള്ള 10,000 രൂപ ആര് കൊടുക്കും? സി കൊടുക്കും. അതായത് ബിന്റെ ഡെപ്റ്റർ ആയിരുന്നു എ. ദാറ്റ് മീൻസ് ബിക്ക് പണം കിട്ടാനുള്ള ആളാണ് എ. സോ ആ പണം കിട്ടേണ്ടത് എയിൽ നിന്ന് ആകുന്നതിന് പകരം സിയിൽ നിന്ന്, ദാറ്റ് മീൻസ് സിയെ ഡെപ്റ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരൊരു പുതിയ കോൺട്രാക്റ്റ് ഫോം ചെയ്യണം. സോ ദ ഓൾഡ് ഡെപ്റ്റ് ഓഫ് എ ടു ബി, പഴയ കോൺട്രാക്റ്റ് പ്രകാരം എ ആണ് ബിക്ക് 10,000 രൂപ കൊടുക്കാനുള്ളത്. അതിന് പകരം ഒരു പുതിയ കോൺട്രാക്റ്റ് വരികയാണ്. ബിക്ക് കൊടുക്കാനുള്ള 10,000 രൂപ ആര് കൊടുക്കും? സി കൊടുക്കും എന്നത്. സോ ഇങ്ങനെ എയും ബിയും തമ്മിലുള്ള കോൺട്രാക്റ്റിന് പകരം ബിയും സിയും തമ്മിലൊരു പുതിയ കോൺട്രാക്റ്റ് വരുന്നതിലൂടെ എയും ബിയും തമ്മിലുള്ള ഒറിജിനൽ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യാം. അതിനെയാണ് നൊവേഷൻ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് മോഡ് പറയുന്നത് റെസിഷൻ. റെസിഷൻ മീൻസ് ക്യാൻസലേഷൻ ഓഫ് ദി കോൺട്രാക്ട്. ഒരു കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് റെസിഷൻ എന്ന് പറയുന്നത്. It may occur by mutual consent of the parties or where one party fails in performing his obligation, the other party may resign the contract without prejudice to his right to claim compensation for breach of contract. So rescission എന്ന് പറഞ്ഞാൽ cancellation of contract ആണ്. ഒരു കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യുന്ന 2 വഴികളുണ്ട്. ഒന്നെങ്കിൽ മ്യൂച്വൽ കൺസെന്റ് ഓഫ് ദി പാർട്ടീസ്, ആ കോൺട്രാക്റ്റിലെ പാർട്ടീസ് പരസ്പരം സമ്മതിച്ചുകൊണ്ട് ആ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാം. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് ഒരു പാർട്ടി എന്തെങ്കിലും ഡീഫോൾട്ട് വരുത്തിയാൽ മറ്റേ പാർട്ടിക്ക്, ദാറ്റ് മീൻസ് അഗ്രീഡ് പാർട്ടിക്ക് ആ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് വോയിഡബിൾ കോൺട്രാക്ട്സ്. സോ അത്തരം കേസിൽ അഗ്രീഡ് പാർട്ടി ആ കോൺട്രാക്ട് റിസൈൻ ചെയ്യാം. അവിടെയും എന്ത് തന്നെയാണ് വരുന്നത്? റെസിഷൻ തന്നെയാണ് വരുന്നത്. Example, A promises to supply certain goods to B 6 months after a date. By that time, the goods go out of fashion. A and B may resign the contract by mutual agreement. അതായത് എയും ബിയും തമ്മിൽ ഒരു സ്പെസിഫിക് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കോൺട്രാക്ട് ഫോം ചെയ്യുകയാണ്. ദെൻ അവർ ഒരു 6 മന്ത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഡെലിവറി ഫിക്സ് ചെയ്യുന്നത്. പക്ഷെ ആ 6 മന്ത് ആവുമ്പോഴേക്കും ആ ഒരു പ്രോഡക്റ്റ് ഔട്ട് ഓഫ് ഫാഷൻ ആയി എന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു പ്രോഡക്റ്റിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. സോ അവിടെയുള്ള പാർട്ടീസ് എയും ബിയും പറഞ്ഞുറപ്പിക്കുകയാണ് ഇനി വേണ്ട, ആ ഗുഡ്സ് സപ്ലൈ ചെയ്യേണ്ട, അത് ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഇടയിൽ ആ കോൺട്രാക്റ്റ് അവർ രണ്ടാളുടെ സമ്മതപ്രകാരം ക്യാൻസൽ ചെയ്യുകയാണ്. അതിനെയാണ് റെസിഷൻ എന്ന് പറയുന്നത്. ദെൻ മറ്റൊരു എക്സാമ്പിൾ, എ ആൻഡ് ബി എൻറ്റർ ഇൻ ടു എ കോൺട്രാക്ട് ദാറ്റ് A shall deliver certain goods to B by the 15th of this month and that B shall pay the price on 1st of the next month. A does not supply the goods, B may resign the contract and need not pay the price. അതായത് എയും ബിയും തമ്മിലുള്ള കോൺട്രാക്റ്റിൽ എ ചില ഗുഡ്സ് ബിക്ക് ആ മാസം 15-ാം തീയതി കൊടുക്കും, ഡെലിവറി ചെയ്യും. ദെൻ ഡെലിവറി കിട്ടിയിട്ട് നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് ഡേ തന്നെ ബി അതിൻ്റെ പേയ്മെൻറ്റ് നടത്തും എന്നുള്ളതാണ് കോൺട്രാക്റ്റ്. ഇവിടെ എ ഗുഡ്സ് സപ്ലൈ ചെയ്തില്ല, ദാറ്റ് മീൻസ് എ ഡീഫോൾട്ട് വരുത്തി. ദെൻ ഈ കേസിൽ പിന്നെ ബി ആണ് അഗ്രീഡ് പാർട്ടി. ബിക്ക് ആ കോൺട്രാക്ട് വോയിഡബിൾ ആണ് അറ്റ് ദ ഓപ്ഷൻ ഓഫ് ബി. സോ ബി മേ റിസൈൻ ദ കോൺട്രാക്ട് ആൻഡ് നീഡ് നോട്ട് പേ ദ പ്രൈസ്. സോ ഇവിടെ ബിക്ക് ആ കോൺട്രാക്ട് റിസൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബിക്ക് പിന്നെ അതിൻ്റെ എമൗണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതും മറ്റൊരു മോഡ് ഓഫ് റെസിഷൻ ആണ്. ദെൻ റെസിഷൻ റിസൾട്ട്സ് ഇൻ ഡിസൊല്യൂഷൻ while novation results in dissolution and replacement of the contract. റെസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റ് പൂർണ്ണമായും അവസാനിക്കുകയാണ്, ദാറ്റ് മീൻസ് ക്യാൻസൽ ചെയ്ത് പോവുകയാണ്. അതേസമയം നൊവേഷൻ എന്ന് പറയുമ്പോൾ
ഡിസൊല്യൂഷൻ മാത്രമല്ല, ദാറ്റ് മീൻസ് ആ കോൺട്രാക്ട് ഡിസോൾവ് ചെയ്യുന്നുണ്ടെങ്കിലും പകരം ആ സ്ഥലത്തേക്ക് പുതിയൊരു കോൺട്രാക്ട് വരുന്നുണ്ട്. സോ അവിടെ എന്തുകൂടി നടക്കുന്നുണ്ട്? റീപ്ലേസ്മെന്റ് ഓഫ് ദി കോൺട്രാക്റ്റും കൂടി നടക്കുന്നുണ്ട് എന്ന് പറയും. The next one, alteration. Alteration take place when one or more of the terms of the contract is or all are altered by mutual consent of the parties to the contract. ഒരു കോൺട്രാക്റ്റിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ഒന്നോ അതിലധികമോ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ചേഞ്ചസ് വരുത്തുകയാണ് ദെൻ ആ പാർട്ടീസിന്റെ സമ്മതപ്രകാരം എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഓൾട്ടറേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, A enters into a contract with B for the supply of 100 bales of cotton by the first day of next month. A and B may alter the terms of the contract regarding the period of performance by postponing 1 week through mutual consent. So എയും ബിയും തമ്മിൽ കോട്ടൺ 100 ബെയിൽസ് ഓഫ് കോട്ടൺ ഡെലിവറി ചെയ്യാനുള്ള കോൺട്രാക്റ്റ് ആണ്. നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് ഡേ ഡെലിവറി ചെയ്യും എന്നുള്ള കോൺട്രാക്റ്റ് ആണ്. ദെൻ എയും ബിയും പരസ്പര സമ്മതപ്രകാരം നെക്സ്റ്റ് മന്ത് എന്നുള്ള പീരീഡ് ഒന്നും കൂടി നീട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആ കോൺട്രാക്റ്റ് ഓൾട്ടർ ചെയ്യപ്പെട്ടു എന്ന് പറയാം. ഓക്കെ, ദെൻ ഇൻ നൊവേഷൻ ദർ മേ ബി ചേഞ്ച് ഓഫ് പാർട്ടീസ്, ബട്ട് ഇൻ ഓൾട്ടറേഷൻ ഒറിജിനൽ പാർട്ടീസ് എക്സിസ്റ്റ്, ഓൺലി ദ ടേംസ് ആർ ഓൾട്ടേർഡ്. ദെൻ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നൊവേഷൻ നമ്മൾ പറഞ്ഞപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇറ്റ് മേ ബി either may be between existing parties or between different persons. സോ അവിടെ നിലവിലുള്ള കോൺട്രാക്റ്റിലെ പാർട്ടീസ് തന്നെയാകാം പുതിയ കോൺട്രാക്റ്റ് വരുന്നത്, ചിലപ്പോൾ അങ്ങനെ ആവണം എന്നില്ല. പക്ഷേ ഓൾട്ടറേഷന്റെ കേസ് നിർബന്ധമാണ് നിലവിലുള്ള പാർട്ടീസ് തന്നെയാണ് ആ ഓൾട്ടറേഷൻ വരുത്തിയിട്ട് അത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത്, എങ്കിലേ അത് ഓൾട്ടറേഷൻ ആകുന്നുള്ളൂ, അല്ലെങ്കിൽ അത് വേറൊരു മോഡ് ഓഫ് ഡിസ്ചാർജ് ആയി മാറും. ദെൻ റെമിഷൻ. Remission means acceptance by the promisee of a lesser fulfillment of the promise made. നമുക്കറിയാം ഒരു പ്രോമിസ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ ഡിമാൻഡ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കാണുള്ളത്? പ്രോമിസിക്കാണുള്ളത്. സോ ആ പ്രോമിസി അയാളുടെ റൈറ്റ് അല്ലെങ്കിൽ അയാൾക്ക് എന്താണോ ചെയ്ത് കിട്ടാനുള്ളത് അതിലെന്തെങ്കിലും ഇളവ് വരുത്തുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് റെമിഷൻ എന്ന് പറയുന്നത്. The party to whom an obligation is owed may agree with the other party to accept something different in place of the former obligation. This is known as remission. അതായത് ഏത് പാർട്ടിക്കാണോ റൈറ്റ് ഉള്ളത്, ദാറ്റ് മീൻസ് പെർഫോമൻസ് ചെയ്ത് കിട്ടാനുള്ള റൈറ്റ് ഉള്ളത്, ആ പാർട്ടി അതിന് പകരം മറ്റേ പാർട്ടിയിൽ നിന്ന് വേറെ എന്തെങ്കിലും ആക്സെപ്റ്റ് ചെയ്യാൻ, അതായത് മീൻസ് ഒരാൾ ഒരു 10,000 രൂപ കൊടുക്കാനുണ്ടെങ്കിൽ 8,000 രൂപ കിട്ടില്ല അത് മതി എന്ന് പറയുകയാണ്. സോ അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ റെമിഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ദർ മസ്റ്റ് ബി സം കൺസിഡറേഷൻ ഫോർ ദ റെമിഷൻ ഓഫ് ദി പാർട്ട് ഓഫ് ദി ഡെപ്റ്റ്. ഇങ്ങനെ ഡെപ്റ്റിന്റെ കിട്ടാനുള്ളത് എന്തെങ്കിലും ഇളവ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിന് ഇനി വേറൊരു കൺസിഡറേഷൻ വേണം എന്നുള്ളത് ആവശ്യമില്ല. As per section 63, the promisee can dispense with or remit the performance of the promise by the promiser or extend the time for performance or accept any other satisfaction instead of performance. അതായത് കോൺട്രാക്ട് ആക്ടിന്റെ സെക്ഷൻ 63 പറയുന്നത് ഒരു പ്രോമിസിക്ക് ആ കോൺട്രാക്റ്റിന്റെ പെർഫോമൻസിൽ ഡിസ്പെൻസ് ചെയ്യാൻ, ഒഴിവാക്കാനും അതിൽ ഇളവുകൾ വരുത്താനും ഒക്കെ കഴിയും. ദെൻ ഓർ എക്സ്റ്റെൻഡ് ദ ടൈം ഫോർ പെർഫോമൻസ്, അത് പെർഫോം ചെയ്യാനുള്ള ടൈം അയാൾക്ക് ഒന്നുകൂടി ഇളവുകൾ വരുത്തി കൊടുക്കുക. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ തരേണ്ട പൈസ ആണെങ്കിൽ ഒരാഴ്ചയും കൂടി നീട്ടി തന്നാൽ മതി എന്ന് പറഞ്ഞാൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ ഓർ ആക്സെപ്റ്റ് എനി അതർ സാറ്റിസ്ഫാക്ഷൻ ഇൻസ്റ്റെഡ് ഓഫ് പെർഫോമൻസ്. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരാൾ ഒരു 10,000 രൂപ തരാനുണ്ട്, അയാൾക്ക് ഒരു 5,000 രൂപ തന്നിട്ടുണ്ട്. ദെൻ അതിനിടയിൽ ആ വ്യക്തിയുടെ എന്തെങ്കിലും ഒരു സാധനം, ഫോർ എക്സാമ്പിൾ ഒരു മൊബൈൽ ഫോൺ എന്തെങ്കിലും കയ്യിലുണ്ട് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പറയാണ് ഇനി എനിക്ക് തരേണ്ട 5,000 രൂപ വേണ്ട, എൻ്റെ ഫോൺ എനിക്ക് നീ തന്നില്ല അത് മതി, എനിക്ക് നീ അത് ബാക്കി പൈസ തരണ്ട എന്ന് പറയുകയാണെങ്കിൽ അത് ആ പ്രോമിസിക്ക് മാത്രം പറയാനുള്ള റൈറ്റ് ആണ്. കാരണം ആ ബാക്കി 5,000 രൂപ കിട്ടണം എന്നുള്ളത് പ്രോമിസിന്റെ റൈറ്റ് ആണ്. ആ പ്രോമിസി ആ റൈറ്റ് വേണ്ട എന്ന് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റെമിഷൻ എന്ന് പറയുന്നത്. ആ പ്രോമിസിക്ക് അങ്ങനെ പറയാനും കഴിയും, കാരണം അത് അയാൾക്കുള്ള റൈറ്റ് ആണ്, അതിൽ ഇളവുകൾ വരുത്താൻ അയാൾക്ക് മാത്രമേ റൈറ്റ് ഉള്ളൂ. സോ 63 പ്രകാരം പ്രോമിസിക്ക് ഇങ്ങനെ ഡിസ്പെൻസ് ചെയ്യാനും എക്സ്റ്റെൻഡ് ചെയ്യാനും മറ്റുള്ള എന്തെങ്കിലും ആക്സെപ്റ്റ് ചെയ്യാനൊക്കെ കഴിയും എന്നുള്ളതാണ് പറയുന്നത്. എക്സാമ്പിൾ, എ owes B rupees 5,000.
A pays to B and B accepts in satisfaction of the old debt rupees 2000 paid at the time and place at which rupees 5000 were payable. The whole debt is discharged. എ ബിക്ക് 5000 രൂപ കൊടുക്കാനുണ്ട്. ദെൻ എ ബിക്ക് എന്ത് ചെയ്തു? ഒരു 2000 രൂപ കൊടുത്തു. സോ ആ 2000 രൂപ കിട്ടിയപ്പോൾ തന്നെ എ പറയുകയാണ്, ഇനി ബാക്കി 3000 തരണ്ട, 2000 ഞാൻ 5000ത്തിന് പകരമായിട്ട് കൺസിഡർ ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ അതാണ് റെമിഷൻ. സോ ആ റെമിഷൻ ചെയ്യാനുള്ള റൈറ്റ് ആർക്കേ ഉള്ളൂ? പ്രോമിസിക്കുള്ളൂ. മീൻസ് അത് പ്രോമിസിക്കേ കഴിയുള്ളൂ എന്നുള്ളതാണ് അന്ന് മനസ്സിലാക്കേണ്ടത്. Then waiver. Waiver means the deliberate abandonment of the right by the parties to a contract. ഒരു കോൺട്രാക്റ്റിലെ പാർട്ടീസ് അവരുടെ റൈറ്റ്സ് വേണ്ട എന്ന് മനഃപൂർവ്വം വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ അതിനെയാണ് waiver എന്ന് പറയുന്നത്. It take place when the parties to a contract agree that they shall no longer be bound by the terms of the contract. ആ കോൺട്രാക്റ്റിലെ പാർട്ടീസ് അവർ പരസ്പരം സമ്മതിക്കുകയാണ് ഇനി അവർ ആ കോൺട്രാക്റ്റ് വഴി ഒരു ബന്ധവും ഇല്ല, അല്ലെങ്കിൽ ആ ഒരു ബന്ധം അവർ തമ്മിൽ ഇനി ഇല്ല എന്ന് അവർ പരസ്പരം സമ്മതിച്ച് പിരിയുകയാണെങ്കിൽ അതിനെയാണ് waiver എന്ന് പറയുന്നത്. It releases the parties from their contractual obligation. സോ ഒരു കോൺട്രാക്റ്റ് waiver വഴി എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? ആ ഒബ്ലിഗേഷൻസിൽ നിന്ന് ആ പാർട്ടീസ് റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. കൺസിഡറേഷൻ ഈസ് നോട്ട് നെസസറി ഫോർ waiver. waiverന് വേണ്ടി ഇനി വേറൊരു കൺസിഡറേഷന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. Example, X promises to paint a picture for Y, but later on Y orders X not to paint it. Thus, X is no longer bound to perform the promise as it is discharged by waiver. X ഒരു പെയിന്റ് ചെയ്തു കൊടുക്കാം, ആർക്ക്? Yക്ക് ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ Y പിന്നീട് എക്സിനോട് പറയുകയാണ് എനിക്ക് ആ പെയിന്റ് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ എക്സിന് പിന്നെ ആ കാര്യം ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ഇവിടെ കോൺട്രാക്റ്റ് ബൈ waiver ഡിസ്ചാർജ് ചെയ്യപ്പെട്ടു എന്ന് പറയാം. അതായത് അവരുടെ റൈറ്റ്സ് വേണ്ട എന്ന് വെക്കുകയാണ്. അതിനെയാണ് waiver എന്ന് പറയുന്നത്. Then merger. Merger take place when an inferior right accruing to a party under a contract merges into a superior right accruing to the same party under the same or some other contract. അതായത് ഒരു കോൺട്രാക്റ്റിൽ പ്രകാരം ഒരു വ്യക്തിക്കുള്ള ഒരു റൈറ്റും അതിനേക്കാൾ സുപ്പീരിയർ ആയുള്ള മറ്റൊരു റൈറ്റിലേക്ക് എത്തുന്ന തരത്തിൽ ഒരു കോൺട്രാക്റ്റിൽ ചേഞ്ച് വരുത്തുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് മെർജർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. എ ഹോൾഡ്സ് എ പ്രോപ്പർട്ടി അണ്ടർ എ ലീസ്. ഹി ലേറ്റർ ബൈസ് ദ പ്രോപ്പർട്ടി. ഹിസ് റൈറ്റ് ആസ് എ ലെസ്സി merge into his right as an owner. അതായത് എ ഒരു പ്രോപ്പർട്ടി ലീസ് പ്രകാരം ഹോൾഡ് ചെയ്തത്, വാടക എടുത്ത് അയാൾ അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അയാളുടെ കയ്യിൽ പണം എത്തിയപ്പോൾ അയാൾ ആ പ്രോപ്പർട്ടി വാങ്ങി. സോ ഇവിടെ എ ആ ലീസ് അഗ്രിമെന്റ് പ്രകാരം ഓൺലി ലെസ്സി ആയിരുന്നു. മീൻസ് ആ വാടക പ്രകാരം അയാൾക്ക് അത് ഉപയോഗിക്കാനുള്ള റൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഓണർ ആയിരുന്നില്ല. പിന്നീട് അയാൾ പണം കൊടുത്ത് അത് വാങ്ങി, അത് മറ്റൊരു കോൺട്രാക്റ്റ് ആണ്. സോ ആ ഒരു കോൺട്രാക്റ്റിലൂടെ അയാൾ മുമ്പുണ്ടായിരുന്ന ലെസ്സി എന്നുള്ള റൈറ്റിനേക്കാൾ സുപ്പീരിയർ ആയിട്ടുള്ള ഓണർ എന്നുള്ള ഒരു റൈറ്റിലേക്ക് അയാൾ എത്തുകയാണ്. സോ അവിടെ മുമ്പുണ്ടായിരുന്ന ലീസ് അഗ്രിമെന്റ് ഡിസ്ചാർജ് ചെയ്യപ്പെട്ടു, കാരണം അയാൾക്ക് അതിനേക്കാൾ സുപ്പീരിയർ റൈറ്റിലേക്ക് അയാൾ എത്തിയിട്ടുണ്ട്. ഇതിനെയാണ് മെർജർ എന്ന് പറയുന്നത്. സോ ഇത്രയാണ് ഡിസ്ചാർജ് ബൈ അഗ്രിമെന്റ് വരുന്നത്. നെക്സ്റ്റ് വൺ, ഡിസ്ചാർജ് ബൈ ലാപ്സ് ഓഫ് ടൈം. ഡിസ്ചാർജ് ബൈ ലാപ്സ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ദ ഇന്ത്യൻ ലിമിറ്റേഷൻ ആക്ട് 1963 lays down that a contract should be performed within a specified period called period of limitation. ഇന്ത്യയിലുള്ള ഒരു ആക്ട് ആണ് ഇന്ത്യൻ ലിമിറ്റേഷൻ ആക്ട് 1963. ഈ ആക്ട് പ്രകാരം ഓരോ കോൺട്രാക്റ്റും ചെയ്ത് തീർക്കാൻ ഒരു സ്പെസിഫിക് ടൈം തന്നിട്ടുണ്ട്. ആ ടൈമിനെയാണ് പീരീഡ് ഓഫ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. Then, if it is not performed and if no action is taken by the promisee in a law court within the period of limitation, he is deprived of his remedy at law and the contract is said to be discharged. സോ ഓരോ കോൺട്രാക്റ്റിനും ഒരു ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട് അത് പെർഫോം ചെയ്യാനുള്ള. ആ പറഞ്ഞ ടൈം പീരിയഡിൻ്റെ ഉള്ളിൽ ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ അതിന് വേണ്ട ആക്ഷൻസ് എടുക്കണം. അതും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ ആ പ്രോമിസിക്ക് അതിൻ്റെ പെർഫോമൻസ് ക്ലെയിം ചെയ്യാൻ കഴിയില്ല.
അയാൾക്ക് എന്താണോ ഉണ്ടായിരുന്ന റൈറ്റ് അത് ക്യാൻസൽ ചെയ്ത് പോകും. ദെൻ ആ കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യും എന്നാണ് പറയുന്നത്. സോ ലിമിറ്റേഷൻ ആക്റ്റിൽ പറഞ്ഞ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ്റെ ഉള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ കോൺട്രാക്റ്റിലുള്ള പാർട്ടീസിൻ്റെ പ്രോമിസ് പെർഫോം ചെയ്യപ്പെടാനുള്ള ഒരു റൈറ്റും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. എക്സാമ്പിൾ, എ ലെൻസ് ബി ₹10,000 on 1st January 1998. A should recover this amount within 31st December 2001. That means 3 years. If B does not repay within this period and A does not take any steps to recover, he loses the amount. അതായത് എ ബിക്ക് 10,000 രൂപ കൊടുത്ത ഡേറ്റ് 1st January 1998 സോ പീരിയഡ് ഓഫ് ലിമിറ്റേഷൻ ആക്ട് പ്രകാരം പീരിയഡ് ഓഫ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഡെപ്റ്റുമായി ബന്ധപ്പെട്ട് 3 years ആണ് വരുന്നത്. സോ ആ 3 yearsന്റെ ഉള്ളിൽ ഇയാൾ ഈ കൊടുക്കേണ്ട വ്യക്തി ബി ഇതുവരെ ഒരു എമൗണ്ട് കൊടുത്തിട്ടില്ല. സോ എക്ക് അതുമായി ലീഗലി മൂവ് ചെയ്യാൻ എത്ര പീരീഡ് ഉള്ളത്? 3 years ആണുള്ളത്. സോ ആ 3 yearsന്റെ ഉള്ളിൽ എ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എക്ക് പിന്നെ ആ എമൗണ്ട് കിട്ടാനുള്ള റൈറ്റ് ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. സോ 3 year എന്ന് പറഞ്ഞ ഈ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുള്ള പീരീഡ് ഓഫ് ലിമിറ്റേഷൻ അവസാനിച്ച് കഴിഞ്ഞാൽ ആ എയും ബിയും തമ്മിലുള്ള കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യും. The next one, discharge by operation of law. A contract may be discharged by operation of law in the following cases. ചില കേസുകളിലും ഒരു കോൺട്രാക്റ്റ് നിയമപരമായിട്ട് ഡിസ്ചാർജ് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യും. അത്തരം കേസുകളാണ് ഇനി പറയുന്നത്. ഫസ്റ്റ് വൺ, ഡെത്ത്. A contract involving the personal skill or ability of the promiser is discharged automatically on the death of the promiser. അതായത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ് കോൺട്രാക്ട് പെർഫോമൻസുമായി ബന്ധപ്പെട്ടിട്ട് ചില കോൺട്രാക്റ്റിലെ പാർട്ടീസിന്റെ പേഴ്സണൽ സ്കില്ലും കൺസിഡറേഷനും ഇൻവോൾവ് ചെയ്തിട്ടുള്ള പെർഫോമൻസ് ഉണ്ടാവും. അത്തരം കോൺട്രാക്റ്റിലെ ആ പാർട്ടീസ് മരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്ത് കിട്ടാൻ നമുക്കൊരു ഓപ്ഷനും ഇല്ല. സോ ആ ഒരു കേസിൽ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യും എന്നാണ് പറയുന്നത്. സോ പേഴ്സണൽ സ്കിൽ ആൻഡ് കൺസിഡറേഷൻ ഇൻവോൾവ് ചെയ്യുന്ന കോൺട്രാക്റ്റിലെ പാർട്ടി മരണപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യും. Then insolvency. When a person is declared insolvent, he is discharged from his liability up to the date of his insolvency. ഇനി ഒരു വ്യക്തിയെ ഇൻസോൾവെന്റ് ആയിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ ഡേറ്റ് ഓഫ് ഡിക്ലറേഷന് തൊട്ട് മുമ്പ് വരെയുള്ള എന്നാണോ ഡിക്ലെയർ ചെയ്യുന്നത് അയാൾ ഇൻസോൾവെന്റ് ആയിട്ട് ആ ദിവസം വരെ അയാൾക്ക് എന്തെല്ലാം ലാബിലിറ്റീസ് ഉണ്ടായിരുന്നോ, അയാൾ എന്തെല്ലാം കോൺട്രാക്റ്റുകൾ ഉണ്ടായിരുന്നോ അതിൽ നിന്നൊക്കെ അയാളെ റിലീസ് ചെയ്യപ്പെടുകയാണ്. Then third one, unauthorized material alteration. If any party makes any material alteration in the terms of the contract without the approval of the other party, the contract comes to an end. ഒരു കോൺട്രാക്റ്റിലെ ഒരു പാർട്ടി മറ്റേ കൗണ്ടർ പാർട്ടി അറിയാതെ ആ കോൺട്രാക്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ സിഗ്നിഫിക്കൻ്റ് അതായത് വലിയ തരത്തിലുള്ള ചേഞ്ചസ് വരുത്തുകയാണ്. മീൻസ് ആ പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യുന്ന തരത്തിൽ മാറ്റങ്ങൾ വരുത്തുകയാണ് എന്നുണ്ടെങ്കിൽ അത്തരം കേസിലും ആ കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യാം. മറ്റേ പാർട്ടിയുടെ സമ്മതത്തോടു കൂടെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഓൾട്ടറേഷൻ ആയിട്ട് മാറും. അതേസമയം കൗണ്ടർ പാർട്ടിയുടെ സമ്മതം കൂടാതെ അയാൾ അറിയാതെ കോൺട്രാക്റ്റിലെ ചേഞ്ചസ് കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ അത് ആ കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യാൻ കാരണമാകും. ദെൻ മെർജർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഒരു കോൺട്രാക്റ്റിലെ ഒരു പാർട്ടിയുടെ ഇൻഫീരിയർ റൈറ്റ് സുപ്പീരിയർ റൈറ്റ് ആകുന്ന തരത്തിലുള്ള കോമ്പിനേഷൻ നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതാണ് മെർജർ എന്ന് പറയുന്നത്. അവിടെ ആ മുമ്പുള്ള കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. Then a contract is discharged when the benefits and liabilities under a contract vest in the same person. അതായത് ചില കേസുകളിൽ ഒരു കോൺട്രാക്റ്റിലെ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ ബെനഫിറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ഒരൊറ്റ വ്യക്തിയിലേക്ക് തന്നെ എത്തുകയാണ് എന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, എയും ബിയും എ ഒരു 10,000 രൂപ ബിക്ക് കൊടുക്കാനുണ്ട്. സോ ആ കൊടുക്കാനുള്ള 10,000 എമൗണ്ടിന് റെസ്പെക്റ്റീവായിട്ട് ഒരു ബില്ല് ഫോം ചെയ്യുകയാണ്. സോ ഇവിടെ ബി എന്ത് ചെയ്യും? ഒരു ബില്ല് എഴുതും. എനിക്ക് എ എന്ന് പറയുന്നത് ഇത്ര 10,000 രൂപ തരാനുണ്ട് എന്ന് പറഞ്ഞ് എക്ക് കൊടുക്കും. ദെൻ എ അത് സൈൻ ചെയ്തിട്ട് ബിക്ക് കൊടുക്കും. അതിനെ നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നു. ദെൻ ബിക്ക് 10,000 രൂപ കിട്ടാനുണ്ട് ആ ബില്ല് പ്രകാരം എന്റെ കയ്യിൽ നിന്ന്. ഈ ബില്ല് എന്ന് പറയുന്ന ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. സപ്പോസ്
ബി വേറൊരു വ്യക്തിക്ക് സപ്പോസ് സെഡിന് ഒരു 10,000 രൂപ കൊടുക്കാനുണ്ട്. ദെൻ ഈ ബി ആ കൊടുക്കാനുള്ള 10,000 രൂപക്ക് പകരം ബി എന്ത് ചെയ്തു? ഈ ബില്ല് ട്രാൻസ്ഫർ ചെയ്തു അല്ലെങ്കിൽ എൻഡോഴ്സ് ചെയ്തു എന്നാണ് പറയുക. സോ ആ ബില്ല് ബിന്റെ കയ്യിലുണ്ടായിരുന്ന ബില്ല് ആരുടെ കയ്യിലെത്തി? സെഡിന്റെ കയ്യിലെത്തി. ഇനി സെഡ് ഒരു 10,000 രൂപ എക്ക് കൊടുക്കാനുണ്ടായിരുന്നു വിചാരിക്കാം. സോ ആ സെഡ് ആ 10,000 രൂപ കൊടുക്കാൻ പകരം സെഡ് എന്ത് ചെയ്തു? പിന്നെയും ആ ബില്ല് എൻഡോഴ്സ് ചെയ്തു, അത് എക്ക് കൊടുത്തു. അപ്പോൾ ആ ബില്ല് പ്രകാരം എ ആണ് 10,000 രൂപ ബിക്ക് കൊടുക്കേണ്ടിയിരുന്നത്. ബില്ല് എൻഡോഴ്സ് ചെയ്തിട്ട് അത് ആരുടെ കയ്യിൽ തന്നെ എത്തി? എന്റെ കയ്യിൽ തന്നെ എത്തി. സോ എ ബി കൊടുക്കാനുള്ള 10,000 രൂപക്ക് കൊടുത്ത ബില്ല് സെഡ് എക്ക് തരാനുള്ള 10,000 രൂപക്ക് പകരമായിട്ട് എത്തി. ഇവിടെ എ കൊടുക്കേണ്ട 10,000 രൂപ എക്ക് കിട്ടേണ്ട തരത്തിലേക്ക് മാറി. സോ ഇവിടെ ബെനഫിറ്റ്സും ലാബിലിറ്റീസും ഒരൊറ്റ വ്യക്തിയിൽ തന്നെയാണ് ഉള്ളത്. അത്തരം കേസിൽ ആ ഒരു കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യപ്പെടും അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യപ്പെടും എന്നുള്ളതാണ് പറയുന്നത്. ഇങ്ങനെ ചില കേസുകൾ ചില സമയങ്ങളിൽ വരാറുണ്ട്. എസ്പെഷ്യലി ഈ ബില്ലിന്റെ കേസിലൊക്കെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എൻഡോഴ്സ് ചെയ്ത് പോയി അത് ഡ്രോ ചെയ്ത വ്യക്തിയുടെ കയ്യിൽ തന്നെ എത്തിപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചില സംഭവം നടക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഒരു കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട ബെനഫിറ്റും ലാബിലിറ്റിയും ഒരു വ്യക്തിയിൽ തന്നെ ആയി മാറുന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യാം എന്നുള്ളത് പറയും. ഇത്രയാണ് ഡിസ്ചാർജ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. സോ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് ഡിസ്ചാർജ് ബൈ അഗ്രിമെന്റ് ആവാം, ഡിസ്ചാർജ് ബൈ ലാപ്സ് ഓഫ് ടൈം ആവാം, ഡിസ്ചാർജ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ ആവാം. ഇനിയുള്ള 2 മോഡ്സ് ഓഫ് ഡിസ്ചാർജ് കൂടിയുണ്ട്. അപ്പം നമ്മൾ അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.